KSRTC ബസ് സ്റ്റാൻഡിലേക്കുള്ള ആ ഒരു വഴിയാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. അതാണ് ഇങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാൻ ആളുകൾ നടന്നു വരുന്നത്. അവർക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. എന്തുമാത്രം വെള്ളം ഉണ്ടെന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നടന്നു വരുന്ന ആളുകളിൽ നിന്ന് തന്നെ ക്ഷമിക്കണം. ഈ വഴി തന്നെ പോകണം KSRTC ബസ് സ്റ്റാൻഡിലേക്ക്. അതിൻ്റെ അപ്പുറത്തേക്കാണ് ഈ പാലാ ടൗണിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വഴി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഈ വഴി പൂർണ്ണമായിട്ടും അടച്ചിരിക്കുകയാണ്. മറ്റ് വാഹനങ്ങൾക്കൊന്നും തന്നെ ഈ വഴി കടന്നു പോകാൻ സാധിക്കില്ല. വാഹനങ്ങൾ എല്ലാം തന്നെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇപ്പം നിലവിൽ പാലാ ടൗണിലേക്ക് പോകാനില്ല. അപ്പുറം മറ്റൊരു വഴി ഉണ്ടെന്ന് പറയുന്നു. അവിടെയും വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പാലാ ടൗൺ ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴയിൽ വീണ്ടും വെള്ളം പൊങ്ങി ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറുകയാണെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ആളുകൾ നടന്നു വരുന്നത് കാണാം. അവർക്ക് വേറൊരു വഴിയില്ല. ടൗൺ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വേറൊരു വഴിയില്ല. ഇതല്ലാതെ വേറൊരു വഴിയില്ല. ആ വഴിയിൽ കൂടെ തന്നെ അവർ നടന്നു വരികയാണ്. KSRTC ബസ്സുകളൊന്നും തന്നെ ഈ ഭാഗത്തേക്ക് പോകുന്നില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എൻ്റെ പിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ദൃശ്യങ്ങളിൽ കാണാം. KSRTC ബസ് ഇവിടെ ഇങ്ങനെ നിർത്തി ഇട്ടിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ ഇവിടുന്ന് അപ്പുറത്തേക്കും KSRTC ബസ് മാത്രമല്ല മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ നിർത്തി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആ ജംഗ്ഷനിൽ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആ ജംഗ്ഷനിൽ വെച്ച് വാഹനങ്ങളെല്ലാം തടഞ്ഞ് നിർത്തുകയാണ്. കാരണം രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ളത്. ഇത് അപ്പുറത്തേക്ക് കടന്നു പോകുന്നത് വാഹനങ്ങളുമായി കടന്നു പോകുന്നത് അപകടമാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഒന്നും തന്നെ കടത്തി വിടാതെ നിൽക്കുന്നത്. ഏതായാലും നിലവിൽ പല ആളുകളും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രം ആളുകൾ ഇത്തരത്തിൽ നടന്നു പോകുന്നത് കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും നിലവിലെ പാലയുടെ ഒരു അവസ്ഥ കുറച്ച് നേരത്തേക്ക് മഴയൊന്ന് തോർന്നു നിന്നപ്പോൾ വെള്ളം ഇറങ്ങിയെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഏതായാലും നമുക്ക് ഈ പ്രദേശവാസിയായ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. ഇതിനു മുമ്പ് ഇങ്ങനെ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത്? ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതിനേക്കാൾ അല്പം കൂടെ വെള്ളം കടന്നു വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് റോഡ് ഒത്തിരി ഉയർന്നതുകൊണ്ട് പിന്നെ 18-ലെ വെള്ളപ്പൊക്കത്തിന് പോലും ഇത്രയും വെള്ളം വന്നിട്ടില്ല. പൊതുവിൽ പാലായിലുള്ള എല്ലാ റോഡുകളും കുറച്ച് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇക്കൊല്ലം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വെള്ളമാണ് വന്നത്. പിന്നെ ആറും തോടും ഒക്കെ ഇന്നലെ വൈകുന്നേരം വരെ ഒട്ടും വെള്ളമില്ലാതിരുന്ന ഒരു സ്ഥിതി ആയതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിലുമൊക്കെ വളരെ കൂടുതലായി വെള്ളപ്പൊക്കം വളരെ ശക്തമായിട്ട് തന്നെ വന്നേനെ. ഇപ്പോൾ അലേർട്ട് പറഞ്ഞിട്ടുണ്ട്, മഴ ശക്തമാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി വെള്ളം ഉയരാനുള്ളൊരു സാധ്യതയില്ലേ? ഇനിയും ഉയരാം. പ്രത്യേകിച്ച് നമ്മുടെ മേലടുക്കം ഭാഗത്ത് ഉരുളുകൊല്ലം പൊട്ടുകയാണെങ്കിൽ ഇങ്ങനെ വളരെ മൂടിയ സാഹചര്യമാണുള്ളത്. അവിടെ ഉരുൾപൊട്ടലുണ്ടായാൽ വെള്ളം വളരെയധികം ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ ടൗണിലേക്ക് പോകാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഇതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ പാലാ ടൗണിലേക്ക് പോകാൻ? പാലാ ടൗണിൻ്റെ ഏതാണ്ട് മുഴുവൻ ഭാഗവും തന്നെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ബൈപ്പാസ് റോഡിൽ കൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പാലാ കുരിശുപള്ളി ജംഗ്ഷനിലേക്ക് എത്താം. അത് കഴിഞ്ഞാൽ അവിടെ റോഡിൽ വെള്ളമാണ്. ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് പോകാനോ? ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ പാലാ ഈരാറ്റുപേട്ട റോഡിൽ കൂടെ പോകാൻ പറ്റില്ല. പിന്നെ തൊടുപുഴ റോഡിൽ പ്രവിത്താനത്ത് ചെന്നിട്ട് അവിടെ നിന്നുള്ള ഇടവഴികളിൽ കൂടെ എന്നാൽ പോലും ഈരാറ്റുപേട്ട ടൗണിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും. സെന്റ് തോമസ് കോളേജിന്റെ ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ എല്ലാം വെള്ളം കയറുന്നതാണ്. ഇത് നേരെ അപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തോലി ഏതാണ്ട് കടങ്ങൂര് വരെ മുഴുവൻ വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. തീർച്ചയായിട്ടും അനീഷ, അത് അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ തന്നെ മനസ്സിലാവും. അദ്ദേഹം പ്രദേശവാസിയാണ്. എന്തുമാത്രം ആണ് വെള്ളം ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടെന്നും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എല്ലാം തന്നെയാണ് പറയുന്നത്. പാലാ ടൗൺ ഏകദേശം ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾക്ക് വീണ്ടും നമുക്കൊന്നുകൂടെ പോയ ആളുകൾ നടന്നു വരുന്നത് കാണാം. ഇതല്ലാതെ മറ്റൊരു വഴിയില്ല ഈ പാലാ ടൗണിൽ നിന്നും പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ പാലാ ടൗണിലേക്ക് കയറാനോ. ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലൂടെയുള്ള റോഡാണിത്. ബസ്സുകളൊന്നും തന്നെ അങ്ങോട്ട് പോകുന്നില്ല. ബസ്സുകൾ മാത്രമല്ല മറ്റു വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ തടഞ്ഞ് നിർത്തിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. കാരണം പോകുന്ന ആ വഴി വെള്ളക്കെട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഉള്ള ഒരു ഗതാഗത നിയന്ത്രണം പോലീസ് ഉദ്യോഗസ്ഥരുടെ തലത്തിൽ നിന്നും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ റോഡ് പാലയിലെ പല ഭാഗത്തും ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ശമനം, ചെറിയ തോതിലെങ്കിലും ഒന്ന് കുറഞ്ഞ് വന്നിരുന്നെങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പാലാ ടൗണിൽ. അനീഷ.